നമസ്കാരം സുഹൃത്തുക്കളെ. തമിഴകത്തെ രക്ഷിക്കാൻ തമിഴക വെற்றிക്കഴകം എന്ന പേരിൽ ഒരു പാർട്ടിയൊക്കെ തുടങ്ങി ഷർട്ടും മടക്കി കുത്തി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ദളപതി വിജയ്. സിനിമയിലെ വില്ലന്മാർ ബോംബുമായിട്ട് വരുമ്പോൾ കൈകൊണ്ട് തടുക്കുന്ന വിജയ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വിധി ഒരു വിവാഹമോചന ഹർജിയുടെ രൂപത്തിൽ വരുമെന്ന് വിജയ് പോലും വിചാരിച്ചു കാണില്ല. വിപ്ലവം തുടങ്ങുന്നത് വീട്ടിൽ നിന്നാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ദളപതിയുടെ കാര്യത്തിലെ വിപ്ലവം തുടങ്ങിയത് ഭാര്യ പണി കൊടുത്തുകൊണ്ട് തന്നെയാണ്. 27 വർഷം മുൻപുള്ള ആ കഥയൊന്ന് ആലോചിച്ചു നോക്കിയേ. ലണ്ടനിലെ കോടീശ്വരന്റെ മകൾ തന്റെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് വിജയ് കാണാൻ വരുന്നു. സാധാരണ ആരാധകർ ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങിപ്പോകുമല്ലേ. പക്ഷേ സംഗീതം വാങ്ങിയത് വിജയുടെ ലൈഫ് തന്നെയായിരുന്നു. അന്ന് ആ സിനിമയുടെ പേര് പൂവേ ഉനക്കാകെ എന്നായിരുന്നല്ലോ. പക്ഷെ ഇന്ന് 27 വർഷത്തിന് ശേഷം സംഗീത ഇപ്പോൾ പറയുന്നത് കോർട്ടെ എനക്കാകെ എന്നാണ്. ഇത്രയും കാലം കൂടെ നടന്നിട്ട് കറക്റ്റ് രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയ സമയത്ത് തന്നെ പിരിയണം എന്ന് തോന്നണമെങ്കിൽ ആ മനസ്സിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതിനെയാണോ നമ്മൾ ടൈമിംഗ് എന്ന് പറയുന്നത്? വിജയ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലെ ഈ ഒരു ഫാമിലി ഇമേജ് ആണ്. തമിഴ്നാട്ടിലെ വോട്ടർമാർക്ക് വിജയ് എന്നാൽ വെറും ഒരു നടൻ മാത്രമല്ല, ഒരു ഉത്തമ കുടുംബസ്ഥനാണ്. സിനിമയിൽ അദ്ദേഹം അച്ഛനെ ബഹുമാനിക്കും, പെങ്ങളെ ഓർത്ത് കണ്ണീർ വാർത്തും. പക്ഷെ ജീവിതത്തിൽ സ്വന്തം ഭാര്യയുമായിട്ട് ഒരു വീട്ടിലെ ഒരു 2 കോർണറിലായിട്ട് താമസിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വോട്ടർമാർക്ക് അതൊരു ഷോക്കാണ്. സ്വന്തം വീട് ഭദ്രമായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവൻ എങ്ങനെ നാട് ഭരിക്കും എന്നുള്ള ചോദ്യം ഇതിനോടകം തന്നെ ചായക്കടകളിൽ വരെ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും വിജയ് സാറെ നാട്ടുകാരെ ഒന്നിപ്പിക്കാൻ നോക്കുന്നതിന് മുൻപ് തന്നെ സംഗീതയെ ഒന്ന് ഒന്നിപ്പിക്കാമായിരുന്നു അല്ലേ. വിജയ് രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ക്രൈസ്തവ വോട്ടുകളിലാണ്. പേരിനോടൊപ്പം തന്നെ ജോസഫ് എന്ന് ചേർക്കുന്നതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് നമുക്കറിയാം. ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിൽ വിവാഹമോചനം എന്നത് ഒരു വലിയ കടമ്പയാണ്. അവിടെ പോയി ഞാൻ നിങ്ങളെ നയിക്കാം എന്ന് പറയുമ്പോൾ ആദ്യം പോയി പള്ളിയിൽ കുമ്പസരിക്കുക എന്ന് അവർ തിരിച്ചു ചോദിച്ചാൽ വിജയ് എന്ത് ചെയ്യും? രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മതമൊക്കെ ഉപയോഗിക്കാം, പക്ഷെ മത നിയമങ്ങൾ വിജയ്ക്ക് വേണ്ടി മാറില്ലല്ലോ. ഇതുപോലെ തന്നെ പഴയ പുലികളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മളെ കരുണാനിധിക്ക് 3 ഭാര്യമാരുണ്ടായിരുന്നു. MGRന് ജയലളിതയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. വിജയ് വിചാരിക്കുന്നത് ഇവിടെ എന്താണ്, താനും ആ പഴയ സിംഹങ്ങളെ പോലെ ഒരു പ്ലേ ബോയ് ഇമേജിൽ രാഷ്ട്രീയത്തിൽ തിളങ്ങുമെന്നാണ്. പക്ഷെ വിജയ് സാറെ അന്ന് ഇൻസ്റ്റാഗ്രാം ഇല്ല, വാട്സപ്പ് ഇല്ല. അന്ന് കരുണാനിധി എന്ത് ചെയ്താലും അത് തുണൈവിയായിരുന്നു. ഇന്ന് വിജയ് എന്ത് ചെയ്താലോ അത് ട്രോൾ മെറ്റീരിയൽ ആണ്. പഴയ നേതാക്കളെ അനുകരിക്കാൻ പോയി സ്വന്തം കരിയർ പുകയാക്കരുത് കേട്ടോ. ഇവിടെ വിജയുടെ മക്കളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവരുടെ മകൻ സഞ്ജയ് ഇപ്പോൾ സിനിമയിൽ സംവിധായകനാകാൻ നടക്കുകയാണ്. മകൾക്കും വിവാഹ പ്രായമായി. ഈ പ്രായത്തിൽ അച്ഛനും അമ്മയും കോടതി കയറുന്നത് മക്കളെ എത്രമാത്രം ബാധിക്കുമല്ലേ. ഇത് കേവലം വിജയുടെ മാത്രം പ്രശ്നമല്ല, ഒരു കുടുംബത്തിന്റെ തകർച്ച തന്നെയാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായിട്ട് കുടുംബത്തെ ബലി കൊടുക്കേണ്ടി വരുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ തോൽവിയാണ്. വിജയ് എന്ന നടൻ സിനിമയിൽ ജയിച്ചേക്കാം, പക്ഷെ വിജയ് എന്ന മനുഷ്യൻ തന്റെ സ്വീകരണ മുറിയിൽ തോറ്റുപോയി എന്നാണ് സത്യം. എന്നാലും ഏപ്രിൽ 20-ലാണ് ആ ഒരു മെഗാ ഷോ നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ ഏപ്രിൽ 20-ന് വിജയ് കോടതിയിൽ ഹാജരാകണം എന്നതാണ്. എന്തായാലും അന്നാണ് യഥാർത്ഥ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിലെ ശത്രുക്കൾ ഇതിനോടകം തന്നെ കത്തി മൂർച്ച കൂട്ടിയിരിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയാകാൻ സ്വപ്നം കാണുന്ന ദളപതിക്ക് സ്വന്തം കുടുംബം നൽകിയ ഈ ഒരു പണി എങ്ങനെ മറികടക്കാൻ കഴിയും? എന്തായാലും ഇവിടെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. വിജയെ പോലെ ഒരു വൻമരത്തിന് രാഷ്ട്രീയത്തിൽ ചുവട് പിഴയ്ക്കുമ്പോൾ സമൂഹം ആരുടെ കൂടെ നിൽക്കും എന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റുന്ന ഒന്നാണ്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് വനിതാ വോട്ടർമാരാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തി എന്ന് പറയുന്നത് സ്ത്രീകളാണ്. MGRനെയും ജയലളിതയും വാഴിച്ചതും അവര് തന്നെയാണ്. 27 വർഷം നിഴലായിട്ട് കൂടെ നിന്നിട്ട് വിജയ് രാഷ്ട്രീയത്തിൽ എത്തിയപ്പോൾ സംഗീത ഒറ്റപ്പെട്ടു എന്നുള്ള വാർത്ത വന്നാൽ തമിഴ് മംഗന്മാരുടെ പിന്തുണ സംഗീതയ്ക്കായിരിക്കും. അവിടെ ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്ന സ്വന്തം കുടുംബം നോക്കാൻ കഴിയാത്തവൻ എങ്ങനെ നാട് നോക്കും? ഈ ലോജിക്ക് അവർ ഉയർത്തും. ഇത് വിജയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ സാരമായിട്ട് തന്നെ ബാധിക്കും. പിന്നെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വിജയുടെ കടുത്ത ആരാധകരാണ്. ഡൈഹാർഡ് ഫാൻസ് എന്ന് തന്നെ പറയാം. വിജയുടെ കൂടെ വിജയുടെ ആരാധകർ ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അവർക്ക് വിജയ് എന്ത് ചെയ്താലും അത് ശരിയാണ്. അവരുടെ ന്യായീകരണം എന്ന് പറയുന്നത് ഇതൊക്കെ രാഷ്ട്രീയ ശത്രുക്കളുടെ ഒരു ചതിയാണ്, അല്ലെങ്കിൽ അണ്ണന്റെ വ്യക്തി ജീവിതം ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾക്ക് അണ്ണൻ വരണം എന്നാണ് ഇവരുടെ നിലപാട്. അന്ധമായിട്ടുള്ള പിന്തുണ തന്നെയാണ് ഇവരുടെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ലണ്ടനിൽ നിന്നെത്തിയ സംഗീത വിജയുടെ രാഷ്ട്രീയത്തിന് തടസ്സമാണെന്ന രീതിയിലുള്ള
പ്രചാരണങ്ങൾ പോലും ആരാധകർക്കിടയിൽ നടന്നേക്കാം. ഇതിനിടയിൽ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവരും രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട്. അവരെ സംശയത്തിന്റെ കൂടെ, അതായത് സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിജയെ സംശയത്തോടെ നോക്കും. 27 വർഷം കൂടെയുള്ള ഭാര്യയോട് കാണിക്കാത്ത വിശ്വസ്തത ഈ ഒരു വിജയ് വോട്ടർമാരോട് കാണിക്കുമോ എന്നുള്ള സംശയം ഇവർക്കുണ്ടാകാം. കരുണാനിധിയും MGRും ഒന്നിലധികം വിവാഹം കഴിച്ചവരാണെങ്കിലും അവരതൊക്കെ മറച്ചു വെച്ചിരുന്നില്ല. എന്നാൽ വിജയ് ഒരു മിസ്റ്റർ ക്ലീൻ ഇമേജ് കൊണ്ട് നടന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അത് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ഇനി ഈ സമൂഹം ആരുടെ കൂടെ നിൽക്കുമെന്ന് ചോദിച്ചാൽ നിലവിൽ വിജയുടെ ആരാധകർ അദ്ദേഹത്തിനോടൊപ്പം തന്നെയുണ്ട്. പക്ഷെ വോട്ട് ബാങ്കായിട്ടുള്ള സാധാരണ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, സംഗീതയുടെ മൗനത്തെയും വേദനയുമാണ് അവർ നോക്കിക്കാണുന്നത്. ഇനി രാഷ്ട്രീയക്കാരന്റെ സ്വീകരണ മുറിയിലെ ഈ ഒരു പുകച്ചിൽ തെരുവിലെ വോട്ടായിട്ട് മാറുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. വിജയ് എന്ന വ്യക്തിക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹം വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ കിട്ടണമെങ്കിൽ ഈ കുടുംബ കലഹം അദ്ദേഹം എങ്ങനെ പരിഹരിക്കും എന്നതിലിരിക്കും കാര്യം. നമുക്ക് സോഷ്യൽ മീഡിയയിലെ ഹാഷ്ടാഗുകൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ വിജയുടെ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ കണ്ട ആവേശം ഇപ്പോൾ ഒരു ഡിഫൻസീവ് മോഡിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് ഈ ഒരു ഫാൻസ് ഗ്രൂപ്പുകളിൽ വിജയുടെ ആരാധകർ സംഗീത അണ്ണിക്കെതിരെ പരോക്ഷമായിട്ട് തിരിയുന്ന ഒരു കാഴ്ചയും ചിലയിടങ്ങളിൽ കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ നേരമാണ് ഇങ്ങനെ പണി കൊടുക്കേണ്ടത് എന്നാണ് ഇവരുടെ ചോദ്യം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും എക്സിലും വരുന്ന ട്രോളുകൾ നോക്കിയാലും മനസ്സിലാകും വിജയുടെ മിസ്റ്റർ പെർഫെക്റ്റ് ഇമേജിന് വലിയൊരു പോറൽ തന്നെ ഏറ്റിട്ടുണ്ട്. വാരിസ് സിനിമയിലെ കുടുംബത്തെ രക്ഷിക്കാൻ ഓടി നടന്ന വിജയ് സ്വന്തം വാരിസുകളെയും ഭാര്യയും മറന്നുപോയോ എന്നുള്ള ചോദ്യം വൈറലാവുകയാണ്. പിന്നെ ഇതിനോട് തന്നെ എതിരാളികളും ഉണ്ട് കേട്ടോ. അതായത് DMKയും AIADMKയും ഒക്കെ ഈ ഒരു വിഷയം നേരിട്ട് പറയുന്നില്ലെങ്കിലും അവരുടെ അണികൾ സോഷ്യൽ മീഡിയയിൽ ഇത് നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഒരു പുതിയ രാഷ്ട്രീയക്കാരന് ഇതിലും വലിയൊരു തിരിച്ചടി കിട്ടാനില്ല. ഇവിടെ ദൃശ്യമായിട്ടുള്ള പിന്തുണ വിജയ്ക്കുണ്ടെങ്കിലും അദൃശ്യമായിട്ടുള്ള ഒരു സഹതാപം സംഗീതയ്ക്കൊപ്പമുണ്ട്. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ വിജയ് നേരിടാൻ പോകുന്ന പ്രധാന ചോദ്യം അദ്ദേഹത്തിന്റെ ഈ ഒരു വ്യക്തി ജീവിതം തന്നെയായിരിക്കും. 27 വർഷത്തെ ദാമ്പത്യം രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ബലി കൊടുത്തു എന്ന് തോന്നലുണ്ടായാൽ സ്ത്രീ വോട്ടർമാർ വിജയ് കൈവിടും എന്നത് ഉറപ്പാണ്. അപ്പൊ സിനിമയിലെ ഹീറോയിസം കൊണ്ട് മാത്രം ജയിക്കാവുന്ന ഒരിടമല്ല രാഷ്ട്രീയം എന്നത് മനസ്സിലായാലും അവിടെ വ്യക്തി ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. വിജയ് ഒരു വലിയ അഗ്നിപരീക്ഷയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഏപ്രിൽ 20-ന് അദ്ദേഹം കോടതിയിൽ കയറുന്നത് കേവലം ഒരു കുടുംബ പ്രശ്നത്തിനല്ല, മറിച്ച് തന്റെ രാഷ്ട്രീയ ഭാവിയുടെ വിധി നിർണ്ണയിക്കാൻ കൂടിയാണ്. തമിഴ്നാട് കാത്തിരിക്കുന്നതും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗത്തിനല്ല, മറിച്ച് ഈ ഒരു പ്രതിസന്ധി അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിലാണ്. ഇനി ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും, അത് നിങ്ങളോട് എനിക്കും ചോദിക്കാനുള്ളത് ഒന്നേ ഉള്ളൂ. ഒരു രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തി ജീവിതം അയാളുടെ രാഷ്ട്രീയ നിലപാടുകളെ വിലയിരുത്താനുള്ള മാനദണ്ഡമാണോ? സ്വന്തം വീട് ഭദ്രമായിട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരാൾക്ക് ഒരു നാടിനെ നയിക്കാൻ കഴിയുമോ? അത് രാഷ്ട്രീയവും വ്യക്തി ജീവിതവും രണ്ടാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വിജയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.